പാഠം 1005 വാശി കൊണ്ട് ജീവിക്കുന്നവർ. ആഹാ, റെഡിയായി കഴിഞ്ഞു. മണി 8:50 കഴിഞ്ഞതല്ലേ ഉള്ളൂ. 8:50 ഷർട്ടും മുണ്ടും മാറാൻ പാടില്ല എന്ന് നിയമമല്ലോ ഉണ്ടോ? അയ്യോ, ഒരു നിയമവും ഇല്ല. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പൊ പന്തയത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു അല്ലേ? കൃത്യം 9 മണിക്കാണല്ലോ നമ്മുടെ പന്തയം തുടങ്ങുന്നത്. അതിനു മുന്നേ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, ഡ്രസ്സും മാറി. ഇനിയിപ്പോ എന്നോട് കാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു. ഒരു പന്തയം വെച്ചാൽ അത് ജയിക്കാൻ വേണ്ടി എവിടെ വരെ പോകാനും മടിക്കാത്ത ആളാണ് കെ മോഹനകൃഷ്ണൻ. നമ്മുടെ ഈ പന്തയം എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കളിയാണ്, കുട്ടിക്കളി. ഇതെല്ലാം സാർ ഇപ്പൊ പറയും. രാവിലെ ഉറക്കമുണരുമ്പോ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മുഴുവൻ സമയവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോഹനേട്ടന് ഇന്നൊരു ദിവസം 8 മണിക്കൂർ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കില്ല. മിണ്ടാതിരിക്കാമെന്ന് സമ്മതിച്ചതാരാ? ഞാൻ. കൃത്യം 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ. അത് ഞാൻ ഏറ്റു. മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ്. ചോറ്റുപാത്രം എടുത്ത് വെച്ചോ. അതെല്ലാം ഞാൻ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ തീർന്നല്ലോ. അപ്പൊ ബാക്കി 5:30 ശേഷം ഉത്തമനെത്തിയല്ലോ. കൃത്യം പന്തയം തുടങ്ങി നേരത്തെ തന്നെ ഉത്തമനെത്തിയത് നന്നായി. ഏത് മത്സരത്തിനും വിസിലൂതാൻ ഒരു റഫറി ഉള്ളത് നല്ലതാണല്ലോ, അല്ലേ? നമസ്കാരം ഡോക്കിലെ. നമസ്കാരം. പിന്നെ കരുണാകരൻ ചേട്ടൻ തന്നുവിട്ട പൈസയാണ്. 5000 രൂപയുണ്ട്. ബാക്കി 2 ദിവസത്തിൽ തരാന്നും പറഞ്ഞു. എന്റെ സമയം മൊത്തം നന്നായി തോന്നുത്തമാ. മനസ്സ് വിചാരിക്കുന്ന സകല കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നോണ്ടിരിക്കല്ലേ. അതെന്ത് കാര്യം നോക്കില്ലേ? ഉത്തമൻ നോക്കിക്കോ, എനിക്ക് നാളെ ഒരു പുതുപുത്തൻ സാരി കിട്ടാൻ പോവുകയാണ്. അതൊരു വലിയ കഥയാ ഉത്തമ. ഇന്നത്തെ പത്രത്തിൽ ഹിമാലയത്തിൽ കഴിയുന്ന ഒരു സന്യാസിയെ പറ്റി ഒരു വാർത്തയുണ്ടായിരുന്നു. ആ സ്വാമി വാ തുറന്നൊരു അക്ഷരം എഴുതിയിട്ട് വർഷങ്ങളായിരുന്നു. ഞാനത് വായിച്ചിട്ട് മോഹനേട്ടോട് പറഞ്ഞു ആ സ്വാമിയെ സമ്മതിക്കണമെന്ന്. വില്ലേജ് ഓഫീസർ സഭ ഉത്തമൻ അറിയാലോ. വേറൊരാളെ പറ്റി ഞാനൊരു നല്ല വാക്ക് പറഞ്ഞാൽ മോഹനേട്ടർ ചൊറിയുമല്ലോ. മോഹനേട്ടർ അപ്പൊ പറഞ്ഞു അതൊന്നും അത്ര വലിയ കാര്യമല്ല, ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ മോഹനേട്ടർ ഒന്ന് അത് ചെയ്ത് കാണിക്കുക എന്ന്. ഒരുപാട് വർഷമൊന്നും വേണ്ട, ഒരു ദിവസം മതി. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം എന്ന്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു, ഒരു ദിവസം മുഴുവൻ ഒരൊറ്റ വാക്ക് പോലും ഞാൻ മിണ്ടില്ല എന്ന്. അയ്യോ, അതെങ്ങനെ വക്കീലേ? ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് മത്സരം. ഇതിനിടയിൽ മോഹനേട്ടൻ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പുതിയ സാരി എന്നതാണ് പന്തയം. നമസ്കാരം സാർ. നമസ്കാരം. എന്തോ ഭയങ്കര പന്തയം നടക്കാൻ പോകുന്നത് വക്കീൽ എന്റെ അടുത്ത് പറയായിരുന്നു. സത്യമാണോ സാറേ? അതെ. ഇവൾക്ക് എന്നെ പറ്റി ശരിക്കും മനസ്സിലായിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ആരാധകനായ എനിക്ക് ഒരു ദിവസം മിണ്ടാതിരിക്കാനോ 1-2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാനോ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മത്സരം നമുക്ക് പിന്നെ നടത്താം. ഇതിപ്പം മിണ്ടാതിരുന്നൊന്ന് ജയിച്ചു കാണിക്കേ. ഉത്തമ പോകല്ലേ, മത്സരം തുടങ്ങാൻ വെറും 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോവാം. ഞാനിപ്പോ വരാം. ശരി ശരി സാറേ, ഇതൊരുമാതിരി കൈവിട്ട പന്തയമല്ലേ? ഇത് വേണോ? ഇതിലൊരു പ്രശ്നമില്ല ഉത്തമ. എന്നും 9:38 ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങുന്ന എന്തിനാ? ഇവിടെ നിന്നാൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചൊറിയാൻ മതി. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും. എത്രയും നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇവളെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ. പുറത്തിറങ്ങി ഞാൻ ആരോട് മിണ്ടിയാലും ഇവൾ അറിയാൻ പോകുന്നില്ലല്ലോ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടിയില്ല എന്ന് ഇവൾ വിശ്വസിച്ചോളൂ. അപ്പൊ വക്കീല് പറ്റിക്കാനാണ് പരിപാടി. ഉത്തമ, ചില നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ആകാം എന്നാണ് പ്രമാണം. ഓ, നല്ല ലക്ഷ്യം എന്ന് വെച്ചാ
ഇത്തരം ചില മത്സരങ്ങൾ നടത്തി അവളെ തോൽപ്പിച്ചില്ല എങ്കിൽ അവൾ ഭയങ്കരമായ ഒരു അഹങ്കാരിയായി പോകും. അവളുടെ അഹങ്കാരം തീർക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഉത്തമ, അപ്പൊ ദാ സമയമാകുന്നു. വെറും 20 സെക്കൻഡ് മാത്രം. ഉത്തമ, പന്തയത്തിന് ഉത്തമനാണ് സാക്ഷി. അയ്യോ വേണ്ട, സാക്ഷിയാവാനൊന്നും എനിക്ക് വയ്യ. ഇതിൽ ആരാണ് ജയിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ നാളെ രാവിലെ വരാം. അതങ്ങനെ ശരിയാവും. മോനോട് എപ്പോഴാ ഓഫീസിൽ പോണേ? അയ്യോ തുടങ്ങിയ എന്തായിട്ട് പറഞ്ഞാ മത്സരം തുടങ്ങി. കൊള്ളാം, അടിപൊളി. വഴിമാറൂ, നാളെ കാണാം. ഞാൻ ജയിക്കും. എന്താ ഈസി. വൈകിട്ട് വരെ എന്നല്ല, 10 മിനിറ്റ് പോലും മിണ്ടാതിരിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. കുറച്ച് കഴിയുമ്പം എനിക്കൊരു കോള് വരും. മാമേ, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂല, ഞാൻ മുണ്ടും. നിനക്ക് വേണമെങ്കിൽ ഞാൻ സാരി വാങ്ങി തരാം ഇന്ന്. നടക്കുന്ന എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ വെക്കില്ലേ? കാണാനൊന്നുമില്ല ഉത്തമ, എനിക്കറിഞ്ഞൂടെ എന്റെ മോനേട്ടനെ. അപ്പൊ ഉത്തമ ചെല്ല, വില്ലേജ് ആഫീസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു നോക്കട്ടെ. ശരി. ഇനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ആർക്കെങ്കിലും ഉപകാരം വരുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിരുന്നെങ്കിലാ. കഷ്ടം. ഇറങ്ങാറായോ? മണി 9 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോഴിത് എവിടെ പോവാ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോകും. എനിക്ക് സൗകര്യമുള്ളപ്പോ പോകും. കൊള്ളാം, അങ്ങനെയാണല്ലേ ഇപ്പൊ കാര്യം. ശരി, നടക്കട്ടെ. അല്ല മോഹനേട്ടാ, മോഹനേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലൂടെ നടന്നു വേണമല്ലോ പോകാൻ. പോകുന്ന വഴി കാണുന്ന വരില്ല മോഹനോട് കുശലം പറയാൻ പറ്റില്ലേ? അപ്പൊ മോഹനേട്ടൻ എന്ത് ചെയ്യും? മോഹനേട്ടൻ മിണ്ടാതെ പോയ ആളുകൾ കരുതില്ലേ എന്തോ വഴക്കുണ്ടാക്കി പോവാണെന്ന്. ഇല്ലേ? മിണ്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ വാക്ക് തെറ്റിക്കുകയും ചെയ്യും. വാക്ക് തെറ്റിയാൽ നീ അത് അറിഞ്ഞാലല്ലേ. എന്തേലും പറഞ്ഞായിരുന്നോ? എനിക്ക് ഈ വിഷയത്തിന് ആകെപ്പാട് ഒരു പേടിയുള്ളൂ. മോഹനേട്ടൻ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന് അവസാനം എന്റെ മോഹനേട്ടൻ ഒരു ഊമയാണെന്ന് നാട്ടുകാര് പറയോ ഇല്ലയോന്ന്. അയ്യോ, എഴുതാനാണെങ്കിൽ വേറെ പേപ്പർ ഉണ്ട്. ഇത് മതി, വേസ്റ്റ് ചെയ്യണ്ട വെറുതെ. ഞാൻ സഹിച്ചു. ഇതൊക്കെ പറഞ്ഞ പോരായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടാ. അല്ല മോഹനേട്ടാ, മോഹനേട്ടൻ ആഫീസിൽ പോയി കഴിയുമ്പോ തകസ്താര മോഹനേട്ടനെ വിളിച്ചു വന്നിരിക്കട്ടെ. അപ്പൊ മോഹനേട്ടൻ എന്ത് ചെയ്യും? മിണ്ടായിരിക്കോ? ഒരു വഴിയുണ്ട്. പല്ല് വേദനയെന്ന് പറഞ്ഞാ മതി. ഒരു സാരി വാങ്ങി തന്നാ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈസ തരാൻ മടിച്ച് വെറുതെ ഒരു ദിവസം കളയാൻ നിൽക്കണ്ട. ഇപ്പൊ വേണമെങ്കിൽ പോലും ഈ മത്സരം അവസാനിപ്പിക്കാം. ഞാൻ പോകുന്നു. അയ്യോ, ഹലോ, ബാബു ആണ്. ഞാനിപ്പോ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞുള്ള വളവിലെത്തി. ഓർമ്മയുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓ ശരി. പത്ത് മിനിറ്റ് മിണ്ടായിരുന്നപ്പോ തന്നെ ശ്വാസം മുട്ടുന്നു. ഈ മൗനവ്രതക്കാർക്ക് എങ്ങനെയാണോ എന്തോ ജീവിക്കുന്നത്. ബാബു ആണല്ലോ. നമസ്കാരം സർ. മൗനവ്രതം തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? വക്കീലെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കാനാ പരിപാടി അല്ലേ സാറേ?
ഞാനും ഉണ്ട്. അല്ല, സാറിന്റെ കൂടെ വില്ലേജ് ഓഫീസ് വരെ വരണമെന്നാ വക്കീല് പറഞ്ഞിരിക്കുന്നേ. വഴിക്ക് വെച്ച് സാർ ആരോടെങ്കിലും മിണ്ടുകയാണെങ്കിൽ വക്കീലിനെ വിളിച്ച് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നേ. എന്നാ പിന്നെ നടക്കല്ലേ സാറേ? വാ. ഇതോട്ട് സാറേ, ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട് സാറിന്റെ. അല്ല, വക്കീലെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള ഫയൽ എഴുതി തീർത്തോ പ്രഭേ? ഇന്ന് ഉച്ചകഴിഞ്ഞ് മോനേഷ് സാർ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ടെന്നാ കേട്ടത്. അത് ഞാൻ ഇന്നലെ എഴുതി തീർത്തു വെച്ചിട്ടാ പോയത് കാഞ്ഞ സാറേ. ഇല്ലെങ്കിലേ മോനേഷ് സാറിന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരില്ലേ. നമസ്കാരം കാഞ്ഞന സാറേ. നമസ്കാരം. ഞാൻ ഇച്ചിരി വൈകി. വഴിക്ക് വെച്ചൊരു ഫോൺ വന്നു. അതിന്റെ സംസാരം തീർന്നപ്പോഴേ സമയം പോയത് അറിയില്ല. പിന്നെ പറപ്പിച്ചിങ്ങ് പോരുകയായിരുന്നു. മോനേഷ് സാർ വന്നു. ശിശുപാലൻ ചേട്ടന് ഭാഗ്യമുള്ളോണ്ട് സാർ എത്തിയിട്ടില്ല. ഇപ്പൊ വരുമായിരിക്കും. ഞാൻ പേടിച്ചു. ഒക്കെ അവിടെ അപ്പോ ശരി സാറേ, എന്നാ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. മനസ്സിലായില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ, ഞാനിതിലെന്താ ചെയ്യുക? വക്കീൽ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനത് അനുസരിക്കുകയും ചെയ്തു. അതിൽ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? പിന്നെ സാറേ, സാറ് വൈകിട്ട് കൃത്യം 5 മണിക്കല്ലേ ഇറങ്ങുന്നത്? ആ സമയത്ത് ഞാൻ വരാം. തിരിച്ച് വീട് വരെ സാറിന്റെ കൂടെ വരണമല്ലോ. എന്താ സാറേ? കരമടയ്ക്കാൻ നീ വരുമല്ലോ, അന്ന് ശരിയാക്കി തരാം. ഞാനൊരു പാവല്ലേ സാറേ? അല്ല അപ്പൊ സാറേ, സാർ ഇതുവരെ എത്തിയില്ലല്ലോ ശിശുപാലൻ ചേട്ടാ. ഇനിയിപ്പോ ലീവായിരിക്കോ? ലീവ് എടുത്താലും തിരിച്ച് വീട്ടിൽ പോട്ടെ. അതുകൊണ്ട് ലീവ് എടുക്കാൻ സാധ്യതയില്ല. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങള് സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സാർ എന്താ താമസിക്കുന്നതെന്ന് ഇപ്പൊ കാഞ്ഞന സാർ ചോദിച്ചതേ ഉള്ളൂ. സാറേ, മിണ്ടരുത്. അല്ല, ഞാൻ വരുന്ന വഴിയിൽ വക്കീല് ഫോൺ വിളിച്ചായിരുന്നു എന്നെ. സാറിന്ന് മൗനവ്രതത്തിലാ, സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുന്നു വക്കീൽ എന്നോട് പറഞ്ഞു. ഇവിടെ വന്നാലും ഞങ്ങളോടോ ഇവിടെ വരുന്നവരോടോ സാറ് മിണ്ടില്ലെന്നും വക്കീല് പറഞ്ഞു. എന്തുണ്ടെങ്കിലും ഒന്നുകിൽ ആംഗ്യം അല്ലെങ്കിൽ എഴുത്ത് എന്നും വക്കീല് പറഞ്ഞു. സാർ ആരോടെങ്കിലും മിണ്ടുകയാണെങ്കിൽ വക്കീലിനെ വിളിച്ച് പറയണമെന്നും വക്കീല് പറഞ്ഞു. പോയാ പ്രൊഫസറെ, നിങ്ങൾ രണ്ടും വേറെ ഒന്നും വിചാരിക്കരുത്. ഇന്ന് വൈകിട്ട് എനിക്ക് 1 മണിക്കൂർ നേരത്തെ പോണം. ഇവിടുത്തെ ഇപ്പോഴത്തെ ചുറ്റുപാട് ചൂഷണം ചെയ്താൽ എനിക്ക് 1 മണിക്കൂർ നേരത്തെ പോകാമല്ലോ. എങ്ങനെയെന്നോ? ഒരു ദിവസം മുഴുവനും മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ സാറിന് കുറച്ച് പാടായിരിക്കും. ഇപ്പൊ സാറ് ആരോടെങ്കിലും മിണ്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ വിളിച്ചു പറഞ്ഞാലേ വക്കീൽ അറിയൂ. അതുകൊണ്ടേ സാർ എത്ര പേരോടെങ്കിലും മിണ്ടിക്കോട്ടെ, ഞാൻ വക്കീലിനോട് പറയില്ല എന്ന് സാറിന് ഉറപ്പ് കൊടുക്കും. അതോടെ സാറ് ഹാപ്പി ആവില്ലേ? എനിക്ക് വൈകിട്ട് കുറച്ച് നേരത്തെ പോകാനുള്ള അനുവാദം സാറ് തരണം.
എങ്ങനെയുണ്ട്? ഓഹോ, അവസരം ചൂഷണം ചെയ്യുകയാണല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു പാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അത്രേ ഉള്ളൂ. കൊള്ളാം. അപ്പോ ഞാൻ പോയി ഒരു പാലം ഇട്ടിട്ട് വരാം. സാർ, സാറും വക്കീലും തമ്മിൽ ഒരു പന്തയം വെച്ചതിന്റെ പേരിൽ സാറ് ശരിക്കും പെട്ടുപോയി അല്ലേ? എനിക്കറിയാം, ഒരു ദിവസം മുഴുവനും മിണ്ടാതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതും സാറിന്റെ കാര്യത്തിൽ വലിയ കഷ്ടാ. സാറ് വാതുറന്ന് ഒരു അക്ഷരം മിണ്ടിയാൽ അപ്പ വക്കീലിനെ വിളിച്ച് പറയണമെന്നാ വക്കീല് പറഞ്ഞേ. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ സാറിന്റെ പക്ഷത്താണ്. സാറ് മിണ്ടിയാൽ ഞാൻ വക്കീലിനെ വിളിച്ച് പറയേയില്ല. നേരാ സാറേ, ഒരു പ്രശ്നം വരുമ്പോ ഞാൻ സാറിന്റെ പക്ഷത്തല്ലേ നിൽക്കേണ്ടത്? ഞാൻ സാറിന്റെ പക്ഷത്തെ നിൽക്കൂ. പിന്നെ വൈകിട്ട് ഞാൻ ഇത്തിരി നേരത്തെ വെക്കോട്ടെ സാർ. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 3 മണിയാവുമ്പോ പോയാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ? സാർ അതിനിടയിൽ എത്ര വർത്തമാനം പറഞ്ഞാലും ഞാൻ വക്കീലിനോട് പറയില്ല. ഞാൻ നേരത്തെ വെക്കോട്ടെ സാർ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഹലോ, അതെ. ആ, എന്തായി? രക്ഷയില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. ശരി, എന്റെ മോഹനന്റെ ഒരു സംഭവം തന്നെ. എന്നാ പിന്നെ ബാബു തിരിച്ചു വയ്ക്കോ. ശരി. എത്തിയല്ല. ഹലോ, ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു. മണി 5:30. ഇതുവരെയായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിട്ടില്ല. ഇതെങ്ങനെ സാധിച്ചു? എന്താണ്, സമയം കഴിഞ്ഞല്ലോ. സത്യം പറയാലോ, ഞാൻ കരുതിയത് മോഹനടനെ പറ്റിക്കാലോ എന്നോർത്ത് പന്തയത്തിന് സമ്മതിച്ചു എന്നാണ്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നവരെ ആരോട് വേണമെങ്കിലും അപ്പം മിണ്ടാലോ. അതുകൊണ്ട് ഞാൻ ബാബുവിനെ അപ്പൊ കൂടെ വിട്ടതും ശിശുപാലൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞതും. ആഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സംഗതി പന്തികേടാണെന്ന് മനസ്സിലായിട്ട് മോഹനയുടെ തോൽവി സമ്മതിക്കുന്നായിരുന്നല്ലോ എന്റെ ധാരണ. പക്ഷെ മോഹനടൻ ആരാ മോൻ? എന്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിച്ചു കളഞ്ഞു. ഇപ്പൊ ഞാൻ സമ്മതിച്ചു. മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണ്. അതും ചോദിച്ചില്ലേ, ഇനി എന്നോട് എന്തായാലും പറ. എന്താ ചാടാ? എന്താ? സത്യത്തിൽ
സത്യത്തിൽ സംസാരിക്കാതിരിക്കുന്നതും ഒരു രസമുള്ള പരിപാടിയാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും തുടങ്ങിയില്ലേ, ഒരാഴ്ചത്തേക്ക് ഞാൻ മിണ്ടുന്നില്ല. അയ്യോ, എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം എന്ന്? എന്ത്? അതെങ്ങനെ ശരിയാവും? ഞാൻ മോഹനേട്ടൻ കൂടെ ഒരു പന്തയം വെച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ. ഇപ്പൊ 5:30 കഴിഞ്ഞില്ലേ? ഇനി മോഹനൻ മിണ്ടാതിരുന്നത് എങ്ങനെ ശരിയാവാ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടേ. മോഹനന്റെ പന്തയം ജയിച്ചു, ഞാൻ തോറ്റു. ഇനി എന്താണ് മോഹനന്റെ പ്രശ്നം? ഇങ്ങനെ മിണ്ടാതിരുന്ന പറ്റൂല. സത്യം പറഞ്ഞ മോഹനോട് വരാനായിട്ട് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എന്നിട്ടാണ് മോഹനോട് ഒന്നും മിണ്ടാതിരിക്കുന്നേ. മോഹനട്ട, ഇത് മോശമാണേ. നമ്മൾ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എന്തുമാത്രം വഴക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതൊക്കെ വൈകുന്നേരത്തിന് മുന്നേ നമ്മൾ പറഞ്ഞു തീർക്കാറില്ലേ? പിന്നെന്തിനാ ഇന്ന് മാത്രം ആവശ്യമില്ലാതെ ഈ വാശി പിടിച്ചോണ്ടിരിക്കുന്നേ? എന്താ? ഇനി എനിക്ക് ദേഷ്യം വരുവേ. മരിക്കെന്തായാലും സംസാരിക്കും. മോഹനേട്ടനോടാണ് ഞാൻ പറഞ്ഞ എന്തേലും സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കേണ്ടതാണ്. മോഹനേട്ടന് തോന്നിയ ദിവസമാണല്ലോ ഈ വീട്ടിൽ നടക്കുന്ന മുഴുവനും. മോഹനേട്ടൻ എന്ത് ശരിയെന്ന് തോന്നോ അതങ്ങ് മോഹനേട്ടൻ ചെയ്യും. വേറെ ആർക്കെങ്കിലും എന്ത് പ്രയാസം ഉണ്ടായാലും മോഹനേട്ടന്റെ പ്രശ്നമല്ലല്ലോ. ഇങ്ങനെ നിന്നിപ്പിൽ ഓരോ വ്രതം എടുക്കാൻ മോഹനേട്ടൻ ഗാന്ധിജിയോ? ഗാന്ധിജി ഇങ്ങനെയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയെ പറ്റി ആവശ്യമില്ലാത്തല്ലോ പറഞ്ഞല്ലോ. അപ്പൊ കൊണ്ടല്ലേ? ഗാന്ധിജിയോടുള്ള ബഹുമാനക്കുറവൊന്നുമല്ല. ഗാന്ധിജിയെ പറഞ്ഞാലല്ലേ എന്റെ മോഹനേട്ടൻ നോവുള്ളൂ. അതുകൊണ്ടല്ലേ. ഗാന്ധിയനല്ലേ എന്റെ വില്ലേജ് ഓഫീസർ. അപ്പൊ വ്രതം തീർന്നല്ലോ. ഇനി എന്തെങ്കിലും ഒന്ന് പറ. സ്നേഹമായിട്ട് എന്തെങ്കിലും ഒന്ന് പറ. ഒരു പകല് മുഴുവനും മിണ്ടാതിരുന്നല്ലേ. മണി 5:30 കഴിഞ്ഞു. ഒരു ചായ കിട്ടുമോ? ഇല്ലെങ്കിൽ മോഹനകൃഷ്ണൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചാൽ സത്യഭാമ മാത്രമല്ല, കേരളത്തിലെ വലിയൊരു പറ്റം പ്രേക്ഷകരും അന്താളിപ്പിലാവും എന്നതാണ് സത്യം. ഇവരുടെ വാശികൾക്ക് പക്ഷേ ആയുസ് കുറവാണ് എന്നത് ഭാഗ്യമായി. ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത വാശികൾ ഇവർ കാണിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.